രണ്ട് ദിവസം കസോളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് കസോളിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെയുള്ള മണികരൺ സാഹിബിൻ്റെ ഗുരുദ്വാര കാണാനായി രാവിലെ തന്നെ ഞാൻ യാത്ര തിരിച്ചു. സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാര കൂടാതെ ഹിന്ദു ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് രണ്ട് മതവിഭാഗങ്ങളുടെയും വ്യത്യസ്തമായ പുരാണ കഥകളും വിശ്വാസങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഹിന്ദുമത വിശ്വാസങ്ങൾ പ്രകാരം ശിവനും പാർവതിയും ഈ താഴ്വാരങ്ങളിൽ കൂടി നടന്ന സമയം പാർവതിയുടെ കമ്മൽ നദിയിലേക്ക് വീഴുകയും നാഗരാജാവ് ആ കമ്മൽ കൈക്കലാക്കി എന്നും പ്രകോപിതനായ ശിവൻ താണ്ഡവമാടി ഒടുവിൽ നാഗരാജാവ് ആ കമ്മൽ തിരിച്ചു നൽകി എന്നതാണ് ഹിന്ദുക്കളുടെ ഒരു പുരാണകഥ. 1905 ഭൂകമ്പം വരെ ഈ നദിയിൽ ആഭരണങ്ങൾ എറിയുന്ന ഒരു ആചാരം നിലനിന്നിരുന്നു. ജിയോ തെർമൽ എനർജി അഥവാ ഭൂതാപൂർജം കൂടുതലായി കാണുന്ന പ്രദേശമായതിനാൽ ഈ നദീതീരത്ത് വെള്ളം തിളച്ചു മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സിഖ് മതവിശ്വാസപ്രകാരം ഗുരു നാനാക്ക് ഈ തിളച്ച വെള്ളത്തിൽ ഭക്ഷണം പാകം ചെയ്ത കഥയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ചൂടുവെള്ളത്തെ വിശുദ്ധജലമായി കണ്ട് കുളിക്കാൻ വരുന്നവരും ഏറെയാണ്. ഇപ്പോഴും ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ തീക്ക് പകരം നാച്ചുറലായി വരുന്ന ഈ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും ഗുരുദ്വാരയുടെ അകത്ത് കയറി മറുവശത്തെത്തിയാൽ 100 കണക്കിന് കടകൾ നമുക്ക് കാണാൻ സാധിക്കും. കസോളിൽ വരുന്നവർ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മണിക്കരൺ.